So next topic is limiting soil moisture conditions. Limiting soil moisture conditions. So as we have seen, we know that for satisfactory growth of crops, it is essential that we maintain readily available water in the soil. അതായത് നമ്മൾ ക്രോപ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ സോയിലിൽ നമ്മൾ എപ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? റെഡിലി അവൈലബിൾ വാട്ടർ എപ്പോഴും നമ്മൾ സോയിലിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ക്രോപ്സ് നമുക്ക് വേണ്ടതുപോലെ ഗ്രോ ചെയ്യത്തുള്ളൂ. So the plant growth may be retarded if soil moisture is either deficient or excessive. ഈ റെഡിലി അവൈലബിൾ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി ക്രോപ്പ് ഗ്രോത്ത് ഉണ്ടാവും. അതേസമയം ഈ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ സോയിൽ മോയ്സ്ചറിനകത്ത് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ സോയിൽ മോയ്സ്ചർ എക്സസീവ് ആണെങ്കിൽ എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് essential to maintain readily available water. അതിനെ readily available moisture നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് if there is any deficiency of moisture in soil or if there is an excess of moisture in soil, it will retard the plant growth. If the soil moisture is slightly more than wilting coefficient, plant must expend extra energy to obtain it and the plant will not grow healthy. നമുക്കൊരു വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് ഉണ്ട്. വിൽറ്റിംഗ് കോഎഫിഷ്യന്റിനേക്കാളും കുറച്ചും കൂടെ ഉള്ളു മോയ്സ്ചർ എങ്കിൽ പ്ലാന്റിന് എക്സ്ട്രാ എനർജി ഉപയോഗിച്ച് മോയ്സ്ചർ എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും സോയിലിൽ നിന്ന്. അതായത് വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ്. അപ്പോൾ വിൽറ്റിംഗ് കോഎഫിഷ്യന്റിനേക്കാളും കുറച്ചും കൂടെ ഉള്ളു മോയ്സ്ചർ എങ്കിൽ പ്ലാന്റ് എക്സ്ട്രാ എനർജി യൂസ് ചെയ്ത് വേണം വാട്ടർ അബ്സോർബ് ചെയ്യാൻ. അപ്പോഴെന്ത് സംഭവിക്കുന്നു? പ്ലാന്റ്സിന്റെ ഹെൽത്തി ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ if excessive flooding fills the soil pores with water, thus driving out air is essential to satisfactory plant growth. Excessive water supply retards plant growth. അതായത് എക്സസീവ് ഫ്ലഡിങ് കാരണം എയർ എല്ലാം മാറി ഫുള്ള് സോയിലിൽ ഫുള്ള് എയർ എല്ലാം മാറി വാട്ടറായിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും. കാരണം പ്ലാന്റ് ഗ്രോത്തിന് വാട്ടർ മാത്രമല്ല എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എയർ ഇല്ലാതെ വരുവാണെങ്കിലും പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. The optimum moisture percentage is thus the moisture corresponding to which optimum growth of plant takes place. Plant growth optimum ആയിട്ട് എവിടെ ഏത് മോയ്സ്ചർ കണ്ടന്റിൽ സംഭവിക്കുന്നു അതാണ് ഓപ്റ്റിമം മോയ്സ്ചർ പെർസെൻറ്റേജ്. ഈ ഓപ്റ്റിമം വാട്ടറിൽ മാർക്ക് ചെയ്തേക്കുന്നത് അതാണ് ഓപ്റ്റിമം മോയ്സ്ചർ പെർസെൻറ്റേജ് വേർ ദ പ്ലാന്റ് ഗ്രോത്ത് ഇസ് മാക്സിമം ഓർ മാക്സിമം ഓപ്റ്റിമം ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടേക്സ് പ്ലേസ്. ഓപ്റ്റിമം പ്ലാന്റ് ഗ്രോത്ത് നടക്കുന്നതിന് വേണ്ടിയുള്ള മോയ്സ്ചർ കണ്ടന്റിന്റെ പെർസെൻറ്റേജിനെയാണ് ഓപ്റ്റിമം മോയ്സ്ചർ പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഇതാണ് അതിന്റെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. ഇറ്റ് ഈസ് ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ. മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് റേറ്റ് ഓഫ് ഗ്രോത്ത് എങ്ങനെയായിരിക്കും? നമ്മൾ പറയുന്നത് എന്താണ്? സാറ്റിസ്ഫാക്ടറി ക്രോപ്പ് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ റെഡിലി അവൈലബിൾ മോയ്സ്ചർ. റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് വളരെ എളുപ്പത്തിൽ എക്സ്ട്രാ സോയിലിൽ നിന്ന് എടുക്കാവുന്ന മോയ്സ്ചറിനാണ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് എക്സ്ട്രാ എനർജി ഒന്നും അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് കോഎഫിഷ്യന്റിനേക്കാളും കുറച്ചും കൂടെ ഉള്ളൂ. ശകല ഹയർ ആണ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ എങ്കിൽ പ്ലാന്റ്സ് വിൽ ഹാവ് ടു യൂസ് എക്സ്ട്രാ എനർജി ടു എക്സ്ട്രാക്ട് ദിസ് മോയ്സ്ചർ. അപ്പോൾ ഹെൽത്തി ഗ്രോത്ത് ഓഫ് പ്ലാന്റ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പം എന്താണ് സാറ്റിസ്ഫാക്ടറി ഗ്രോത്ത് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം സോയിലിനകത്തെ എയർ മൊത്തം റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ കൊണ്ട് സോയിൽ പോർസിലെ എയർ മൊത്തം റീപ്ലേസ് ചെയ്ത് വെച്ചേക്കുക ഡ്യൂ ടു എക്സസ് ഫ്ലഡിങ്. അങ്ങനെയുള്ള കേസിലും പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. കാരണം പ്ലാന്റ് ഗ്രോത്തിന് വാട്ടറിനോടൊപ്പം തന്നെ എയറും ആവശ്യമാണ്. These are the limiting soil moisture conditions. The optimum moisture percentage is the moisture corresponding to which optimum growth of plant takes place. Plant growth optimum ആവാൻ വേണ്ടിയുള്ള moisture content വിളിക്കുന്ന പേരാണ് optimum moisture percentage. ഈ readily available moisture ലോവർ ലിമിറ്റ് MO
ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ മാക്സിമം ലിമിറ്റ്. അപ്പോൾ ഈ FC മൈനസ് MO എന്ന് പറയുന്നതാണ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. ഇസ് ദിസ് ക്ലിയർ? എന്താണ് നമ്മൾ പറയുന്നത്? റെഡിലി അവൈലബിൾ മോയ്സ്ചർ സോയിലിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ സാറ്റിസ്ഫാക്ടറി പ്ലാന്റ് ഗ്രോത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. പ്ലാന്റ് ഗ്രോത്ത് വിൽ റിട്ടാർഡ് ഇഫ് ദ സോയിൽ മോയ്സ്ചർ ഇസ് ഐദർ ഡെഫിഷ്യൻറ്റ് ഓർ എക്സസീവ്. സോയിൽ മോയ്സ്ചർ കുറഞ്ഞാലും പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും, എക്സസീവ് ആണെങ്കിലും റിട്ടാർഡ് ചെയ്യും. കുറഞ്ഞാൽ എന്താണ്? പ്ലാന്റിന് എക്സ്ട്രാ എനർജി യൂസ് ചെയ്ത് വേണം വാട്ടർ അബ്സോർബ് ചെയ്യാൻ. അതുപോലെ കൂടുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ എല്ലാം വന്ന് ഫില്ല് ചെയ്ത് സോയിൽ പോർഷനെല്ലാം വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഇല്ലാതെ വരും. അപ്പോൾ എയർ ഇല്ലെങ്കിലും ഹെൽത്തി പ്ലാന്റ് ഗ്രോത്ത് സംഭവിക്കില്ല. സോ വി നീഡ് ടു മെയിൻറ്റെയിൻ റെഡിലി അവൈലബിൾ മോയ്സ്ചർ. നെക്സ്റ്റ്, ഡെപ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. നെക്സ്റ്റ് ഇസ് ഡെപ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. സോ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അവൈലബിൾ മോയ്സ്ചർ ഇസ് ദ മോയ്സ്ചർ ബിറ്റ്വീൻ ബിൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഫീൽഡ് കപ്പാസിറ്റി. ഫീൽഡ് കപ്പാസിറ്റിയുടെയും ബിൽഡിംഗ് പോയിന്റിന്റെയും ഡിഫറൻസ് ആണ് ഈ അവൈലബിൾ മോയ്സ്ചർ. റെഡിലി അവൈലബിൾ അല്ല, അവൈലബിൾ മോയ്സ്ചർ. ആൻഡ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ ഇസ് ദാറ്റ് മോയ്സ്ചർ വിച്ച് ഇസ് ഈസിലി എക്സ്ട്രാക്റ്റഡ് ബൈ ദ പ്ലാന്റ്സ് ആൻഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ ബിൽഡിംഗ് കോഎഫിഷ്യന്റും ഫീൽഡ് കപ്പാസിറ്റിയുടെ ഇടയിൽ വരുന്നതാണ് അവൈലബിൾ മോയ്സ്ചർ. അതിൽ തന്നെ പ്ലാന്റ്സിന് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് വിളിക്കും. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത് അവൈലബിൾ മോയ്സ്ചറിന്റെ ഒരു 75% ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ എന്താണ്? ബിൽഡിംഗ് കോഎഫിഷ്യന്റും ഫീൽഡ് കപ്പാസിറ്റിയുടെ ഇടയിൽ വരുന്ന ആ മോയ്സ്ചറിന് വിളിക്കുന്ന പേരാണ് അവൈലബിൾ മോയ്സ്ചർ. എന്താണ്? അവൈലബിൾ മോയ്സ്ചർ. അവൈലബിൾ മോയ്സ്ചറിന്റെ ഒരു 75% ആയിരിക്കും റെഡിലി അവൈലബിൾ മോയ്സ്ചർ. റെഡിലി അവൈലബിൾ മോയ്സ്ചർ മീൻസ് മോയ്സ്ചർ വിച്ച് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ പ്ലാന്റ്സ് ഈസിലി. അതിനെയാണ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് വിളിക്കുന്നത്. സോ അറ്റ് എനി ടൈം the moisture content of the soil should be between field capacity and the lower limit MO of the readily available moisture. അപ്പോൾ നമ്മൾ ഏതൊരു സമയത്തും മോയ്സ്ചർ കണ്ടന്റ് നോക്കുവാണെങ്കിൽ, സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. ഈ MO എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ നമ്മൾ ഏതൊരു സമയത്തും ഫീൽഡ് കപ്പാസിറ്റി വാട്ടർ കണ്ടന്റ്, സോയിലിന്റെ വാട്ടർ കണ്ടന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ, ഇറ്റ് വിൽ ബി അല്ല, ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് MO, ദാറ്റ് ഈസ് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. ഇത് രണ്ടിന്റെ ഇടയിലായിരിക്കണം സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ്. ഈ ഫിഗർ നോക്കിക്കോ, ഫിഗറിനകത്ത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഫീൽഡ് കപ്പാസിറ്റി ആയിരിക്കും, പിന്നെ അത് കുറഞ്ഞ റെഡിലി അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ നമ്മൾ വീണ്ടും വാട്ടർ ചെയ്യുമ്പോൾ വീണ്ടും ഫീൽഡ് കപ്പാസിറ്റിയിൽ എത്തുന്നു. അത് കുറഞ്ഞ റെഡിലി MO, അതായത് റെഡിലി അവൈലബിൾ മോയ്സ്ചറിന്റെ ലോവർ ലിമിറ്റ്സിൽ വരുന്നു. പിന്നെ നമ്മൾ വാട്ടർ ചെയ്യുന്നു, ഫീൽഡ് കപ്പാസിറ്റി വരെ വാട്ടർ ചെയ്യുന്നു, പിന്നെ അത് കുറയും, റെഡിലി അവൈലബിൾ മോയ്സ്ചർ ആവും, പിന്നെ വാട്ടർ ചെയ്യുമ്പോൾ നമ്മളത് ഫീൽഡ് കപ്പാസിറ്റിയിൽ എത്തും. അങ്ങനെയാണ് സംഭവം. അതായത് സോയിൽ മോയ്സ്ചർ എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റിയുടെ ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ MO, അതിന്റെ ഇടയിലായിരിക്കണം സോയിൽ മോയ്സ്ചർ. Thus, MO is the maximum level up to which soil moisture may be allowed to be depleted in the root zone without fall in the yield. അതായത് ഈൽഡിന് ഒരു കുഴപ്പവും വരാതെ നമുക്ക് വാട്ടർ കണ്ടന്റിനെ എത്ര വരെ ലോവർ ചെയ്യാമെന്നുള്ളതിന്റെ ആ മാക്സിമം ലിമിറ്റ് ആണ് റെഡിലി അവൈലബിൾ മോയ്സ്ചറിന്റെ ലോവർ ലിമിറ്റ് MO. ഇസ് ഇസ് ക്ലിയർ? ശ്രദ്ധിക്കുക, MO എന്ന് പറയുന്നത് നമ്മൾ ഈൽഡ്, ക്രോപ്പ് ഈൽഡ് അഫക്റ്റ് ചെയ്യാതെ സോയിൽ മോയ്സ്ചർ കണ്ടന്റ് എവിടെ വരെ ഫോൾ ചെയ്യാമോ ആ മാക്സിമം ലിമിറ്റ് ആണ് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ MO. ഇപ്പൊ MO വരെ സോയിൽ മോയ്സ്ചർ താഴ്ന്നാൽ നമുക്ക് ക്രോപ്പ് ഈൽഡിനെ അഫക്റ്റ് ചെയ്യാതിരിക്കും. പക്ഷെ അതിൽ താഴ്ന്നു കഴിഞ്ഞാൽ ക്രോപ്പ് ഈൽഡിനെ അഫക്റ്റ് ചെയ്യും. സോ ക്രോപ്പ് ഈൽഡിനെ അഫക്റ്റ് ചെയ്യാതെ എത്രത്തോളം വാട്ടർ ലെവൽ കുറയാമോ ആ മാക്സിമം ലിമിറ്റ് ആണ് MO. MO means lower limit of readily available moisture. It is the maximum level up to which soil moisture may be allowed to be depleted in the root zone without fall in the yield. അതായത് ക്രോപ്പ് ഈൽഡ് കുറയാതെ റൂട്ട് സോണിൽ സോയിൽ മോയ്സ്ചർ ഏത് ലെവൽ വരെ താഴാമോ അതിന്റെ മാക്സിമം ലിമിറ്റ് ആണ് MO. MO is the lower limit of readily available moisture. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റെഡിലി അവൈലബിൾ മോയ്സ്ചർ 75% ഓഫ് അവൈലബിൾ മോയ്സ്ചർ. അതുകൊണ്ടാണ് ബിൽഡിംഗ് കോഎഫിഷ്യന്റ് മേലാണ് ലോവർ ലിമിറ്റ് MO വന്നത്. ഈ ബിൽഡിംഗ് കോഎഫിഷ്യന്റും ഫീൽഡ് കപ്പാസിറ്റിയും അത് തമ്മിലുള്ള ഇത്രയും നിങ്ങളുടെ അവൈലബിൾ മോയ്സ്ചർ, ഇത്രയും നിങ്ങളുടെ റെഡിലി അവൈലബിൾ മോയ്സ്ചർ.
So when watering is done, the amount of water supplied should be such that water content is equal to field capacity. നമ്മൾ സോയിലിന് വാട്ടർ കൊടുക്കുമ്പോൾ വാട്ടർ എത്രത്തോളം കൊടുക്കണം? amount of water supplied should be such that water content is equal to field capacity. നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാട്ടറിന്റെ അളവ് എത്രയായിരിക്കണം എന്ന് പറഞ്ഞാൽ സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് ഫീൽഡ് കപ്പാസിറ്റി എത്തുന്നത് വരെ നമ്മൾ വാട്ടർ ചെയ്യണം. Water will be gradually utilized consumptively by plants after water application and the soil moisture will start falling. അപ്പോൾ നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി ആവുന്നത്രയും വാട്ടർ സപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ സപ്ലൈ നിർത്തി. അപ്പോൾ കൺസംപ്റ്റീവ്ലി പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പം എന്താണ് സോയിൽ മോയ്സ്ചർ എന്ത് ചെയ്യുന്നു? സോയിൽ മോയ്സ്ചർ fall ചെയ്യാൻ തുടങ്ങും, അതായത് സോയിൽ മോയ്സ്ചർ ഡിക്രീസ് ചെയ്യും. When the water content in the soil reaches the value MO, fresh doses of irrigation may be done so that water content is again raised to the field capacity of the soil. അതായത് നമ്മൾ എപ്പോൾ ഇറിഗേറ്റ് ചെയ്താലും നമ്മൾ എപ്പോൾ വാട്ടർ പ്രൊവൈഡ് ചെയ്താലും we have to ensure that soil moisture reaches field capacity. ഇപ്പോൾ സോയിൽ മോയ്സ്ചർ ഫീൽഡ് കപ്പാസിറ്റി ആവുന്നത് വരെ നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇറിഗേഷൻ നിർത്തി. എന്നിട്ട് എന്താണ് അതിനകത്തുള്ള മോയ്സ്ചർ പ്ലാന്റ്സ് കൺസെപ്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. സോ വി ക്യാൻ സീ ദാറ്റ് സോയിൽ മോയ്സ്ചർ സ്റ്റാർട്ട് ഫോളിങ്. ആൻഡ് ഇറ്റ് റീച്ചസ്, അത് കുറഞ്ഞ് ഈ MO വാല്യൂ എത്തിക്കഴിയുമ്പോൾ, അതായത് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് ഇറിഗേറ്റ് ചെയ്യണം. അതായത് വീണ്ടും നമ്മൾ എക്സ്ട്രാ വാട്ടർ ഫ്രഷ് ആയിട്ട് വേറെ വാട്ടർ കൊടുക്കണം. അതാണ് പറയുന്നത് ഫ്രഷ് ഡോസസ് ഓഫ് ഇറിഗേഷൻ മേ ബി ഡൺ. നമ്മൾ വീണ്ടും വാട്ടർ കൊടുത്തു, ഇറിഗേറ്റ് ചെയ്യുന്നു ആൻഡ് ഫീൽഡ് കപ്പാസിറ്റി വരെ എത്തും. അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോൾ ഇറിഗേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെയും പ്ലാന്റ്സ് എന്താ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, കൺസംപ്റ്റീവ്ലി യൂസ് ചെയ്യുന്നു. വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ ഫോളോ ചെയ്ത് വീണ്ടും MO വരെ എത്തും. വീണ്ടും MO എത്തിക്കഴിയുമ്പോൾ വീണ്ടും പുതുതായി നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നു, അതായത് വീണ്ടും വാട്ടർ കൊടുക്കുന്നു, ഫീൽഡ് കപ്പാസിറ്റി എത്തുന്നു. സോ ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. So when we irrigate, we have to make sure that soil water content is equal to field capacity. And after irrigating, after we supply water, plants will supply നിർത്തിയാൽ ഫീൽഡ് കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇറിഗേഷൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പ്ലാന്റ്സ് സോയിലിൽ നിന്ന് മോയ്സ്ചർ കൺസംപ്റ്റീവായിട്ട് യൂസ് ചെയ്യും, മോയ്സ്ചർ കണ്ടന്റ് ഫോൾ ചെയ്യാൻ തുടങ്ങും. അത് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ MO എന്നുള്ള വാല്യൂ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇറിഗേറ്റ് ചെയ്യണം. MO എന്ന് താഴോട്ട് പോകാൻ അനുവദിക്കരുത്. MO എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇറിഗേറ്റ് ചെയ്യുന്നു, ഫീൽഡ് കപ്പാസിറ്റി എത്തും. പക്ഷെ അതെന്ന് പറയുന്നതിനകത്ത് വലിയ ടൈം എടുക്കത്തില്ല. MO എത്തുമ്പോഴത്തേനും നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പോർഷൻ വെർട്ടിക്കൽ ലൈൻ വന്നത്. മറ്റേന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇറിഗേഷൻ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് വീണ്ടും MO എത്തുന്നു. അവിടെ നമ്മൾ ഫീൽഡ് കപ്പാസിറ്റിയിലോട്ട് പെട്ടെന്ന് ആക്കി കൊടുക്കും. പിന്നെ MO എത്തും, ഫീൽഡ് കപ്പാസിറ്റിയിലോട്ട് വാട്ടർ ചെയ്ത് മോയ്സ്ചറിനെ ഇൻക്രീസ് ചെയ്യും. So the frequency of irrigation is controlled by the amount of water contained in the root zone of the soil and consumptive use rate. നമ്മൾ എത്രത്തോളം ഫ്രീക്വൻസിയിൽ ഇറിഗേറ്റ് ചെയ്യണം എന്നുള്ളതിനെ അത് എന്താണ് അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? Frequency of irrigation is controlled by amount of water contained in the root zone. റൂട്ട് സോണിലുള്ള വാട്ടറിന്റെ എമൗണ്ടും പിന്നെ കൺസംപ്റ്റീവ് യൂസിന്റെ റേറ്റും, അതായത് പ്ലാന്റ്സ് കൺസംപ്റ്റീവ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നതിന്റെ റേറ്റും സോയിലുള്ള മോയ്സ്ചറിന്റെ എമൗണ്ടും അനുസരിച്ചായിരിക്കും റേറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? എത്രത്തോളം മോയ്സ്ചർ അതിലുണ്ടെന്നും ഉണ്ട്. പിന്നെ ഈ മോയ്സ്ചർ ഓരോ പ്ലാന്റും ഓരോ രീതിയിലായിരിക്കും മോയ്സ്ചർ അബ്സോർവ് ചെയ്യുന്നത്. ചില പ്ലാന്റ്സിന് ഒത്തിരി മോയ്സ്ചർ വേണം, ചിലതിന് കുറച്ച് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സുമാണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? amount of available water contained in the root zone, consumptive use rate. So if D is the depth of root zone, D is the depth of root zone, FC is the field capacity, MO is the lower limit of readily available moisture, lower limit of readily available moisture,
അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ടു ബി ഗിവൺ dW is equal to formula important ആണ് gamma d by gamma W into d into Fc minus MO in meters. ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ പ്ലാന്റിന് കൊടുക്കേണ്ട ഡെപ്ത് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നു? dW is equal to gamma d by gamma W into d into Fc minus MO, where Fc is the field capacity, MO is the lower limit of readily available moisture, d എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ, ഗാമ ഡി എന്ന് പറയുന്നത് ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിലും, ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് density of water. Gamma D is dry density of soil and gamma W density of water. Dry density of soil, gamma W density of water. അപ്പോൾ ഇതാണ് ഡെപ്ത് ഓഫ് വാട്ടർ ടു ബി ഗിവൺ. എന്താണ്? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു എഫ് സി മൈനസ് എംഒ. ഈ ഡെപ്ത് ഓഫ് വാട്ടർ നമുക്ക് മീറ്ററിൽ കിട്ടും. അതായത് ഡി ഏത് യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നോ അതേ യൂണിറ്റിൽ കിട്ടും. എഫ് സിയും എംഒയും മോയ്സ്ചർ കണ്ടൻസ് ആണ്. ദേ ആർ ടു ബി എക്സ്പ്രസ്ഡ് ആസ് റേഷ്യോസ്. അതായത് 80% എന്ന് പറയുന്നത് പോയിന്റേജ്. Now, if Cu is the daily consumptive use rate, daily consumptive use rate, then frequency of watering, frequency of watering, FW is equal to dW by Cu in days. അതായത് ഡെയിലി കൺസംപ്റ്റീവ് യൂസ് റേറ്റ് സിയുവും ഡെപ്ത് ഓഫ് വാട്ടർ ടു ബി ഗിവൺ dW ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് വാട്ടറിംഗ് ഇസ് ഈക്വൽ ടു dW by Cu. dW by Cu. ഫോർമുല എല്ലാം അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരും. നെക്സ്റ്റ് ഇസ് ടൈം റിക്വയർഡ് ടു ഇറിഗേറ്റ് എ സർട്ടൻ ഏരിയ. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് ഡിസൈഡ് വാട്ടർ ഡെപ്ത് dW ആണ് നമുക്ക് വേണ്ട വാട്ടർ ഡെപ്ത്. MO എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. FC is the field capacity. Then area of field. Capital A is the area of field ആണെങ്കിൽ time required to irrigate. Time required to irrigate T is equal to എന്ത് വരും? A into dW divided by Q in ഏത് യൂണിറ്റ് കിട്ടും? സെക്കൻഡ്. Q is the discharge in field channel. നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറയുന്നത് വോളിയം ബൈ ടൈം. അപ്പൊ എത്ര വോളിയം ഓഫ് വാട്ടർ ആണ് അവിടെ വേണ്ടത്? നമുക്ക് വേണ്ട ഡിസൈഡ് ഡെപ്ത് dW ഇൻറ്റു ഏരിയ ഓഫ് ദ ഫീൽഡ് A.
വാട്ടർ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ റേറ്റ് ക്യൂ റേറ്റിലാണ് വാട്ടർ കൊടുക്കുന്നത്. ക്യൂ റേറ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ്. അപ്പോൾ വോളിയം ബൈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ടൈം കിട്ടും. A ഇൻറ്റു DW ചെയ്യുമ്പോൾ വോളിയം കിട്ടും. സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യുന്ന ഫീൽഡ് ചാനൽ, ഒരു ചാനലിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, അത് റേറ്റ് ഓഫ് ഫ്ലോ. സോ വോളിയം ബൈ റേറ്റ് ഓഫ് ഫ്ലോ, വോളിയം ബൈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. സോ ടൈം റിക്വയർഡ് ടു ഇറിഗേറ്റ് T is equal to A ഇൻറ്റു DW ബൈ Q സെക്കൻഡ്സിൽ കിട്ടും. So time required to irrigate T is equal to A into dW by Q in seconds. A is the area of field. dW എന്ന് പറയുന്നത് desired water depth, എത്ര ഡെപ്ത് വാട്ടർ വേണം എന്നുള്ളതും. Q എന്ന് പറയുന്നത് discharge in the field channel. So time required to irrigate T is equal to A into dW by Q. A into dW by Q. ഇനി ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റിന്. ഇനി നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഏരിയ ഇൻ ഹെക്ടേഴ്സ് DW in meter. അപ്പോൾ നമുക്ക് ഇതിനെ അവേഴ്സിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ വരും? T is equal to A into 10 raised to 4 into dW by Q. A into 10 raised to 4 ചെയ്തെന്ന് പറഞ്ഞാൽ 1 hectare is 10 raised to 4 meter cube. 1 A in hectare, that is 10 raised to 4 meter square, meter cube അല്ല square. So T is equal to A into 10 raised to 4 into dW by Q. ഇത് നമുക്ക് സെക്കൻഡ്സിൽ കിട്ടും. Or this is equal to 2.778 A into dW by Q in hours. ഈ ഫോർമുലയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ എത്ര നേരം വാട്ടർ ചെയ്യണമെന്നുള്ളത് സെക്കൻഡ്സിൽ പറയുമ്പോൾ അതത്ര ലോജിക്കലായിട്ട് ഫീൽ ചെയ്യത്തില്ല. അവേഴ്സിലായിരിക്കുമല്ലോ ഒബ്വിയസ്ലി വാട്ടറിങ് ടൈം. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ A അവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെക്ടറിലുള്ള വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ബാക്കി DW മീറ്ററിൽ തന്നെ കൊടുക്കുക, Q ഡിസ്ചാർജും സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവേഴ്സിൽ തന്നെ കിട്ടും. T is equal to 2.778 A into dW by Q in hours. അപ്പോൾ ഇവിടെ A ഹെക്ടറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ A നമ്മൾ ഹെക്ടറിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കണ്ടുപിടിച്ചിട്ട് അവേഴ്സിലോട്ട് ആക്കിയാൽ മതി. അല്ലാതെ നമ്മൾ സെക്കൻഡ്സ് എടുക്കുമ്പോൾ വലിയ വാല്യൂ വരും. So T is equal to 2.778 A into dW by Q. 2.778 A into dW by Q. Now let us do a problem. After how many days will you supply water to soil, that is clay loam, in order to ensure efficient irrigation of the given crop if field capacity of soil is 27%, permanent wilting point 14%, dry density of soil 15 kilonewton per meter cube, effective depth of root zone 75 centimeter, daily consumptive use of water for the given crop 11 mm. I repeat the question. After how many days will you supply water to soil in order to ensure efficient irrigation of the given crop? Field capacity 27%, permanent wilting point 14%, dry density of soil 15 kilonewton per meter cube, effective depth of root zone 75 centimeter, daily consumptive use of water for the given crop is 11 mm. കുറേ ഡേറ്റ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം.
അവൈലബിൾ മോയ്സ്ചർ അതെന്താണ്? ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് ബിൽഡിംഗ്. ഇത് അവൈലബിൾ ആയതാണ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത്. എത്ര വരെ? 27% മൈനസ് 14%. It is 30%. ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് 80% ആയിട്ട് എടുക്കാം. So assuming 80% to be readily available, 75 to 80 ആയിട്ട് എടുക്കുന്നു. Readily available moisture 80% of available moisture. നമ്മൾ എടുക്കാം 80 or 75 എടുക്കാം. നമ്മൾ ഇവിടെ 80 എടുക്കും. അപ്പോൾ എത്ര വരെ? 13 into 0.8, that is 10.4%. അപ്പോൾ MO എത്രയായിരിക്കും? 27. MO എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് 10.4. റെഡിലി അവൈലബിൾ എന്ന് പറയുന്നത് FC മൈനസ് MO ആണ്. അപ്പോൾ MO എന്തായിരിക്കും? FC മൈനസ് റെഡിലി അവൈലബിൾ, that is 16.6%. സാധാരണ നമ്മൾ റെഡിലി അവൈലബിൾ കണ്ടുപിടിക്കാൻ FC മൈനസ് MO ഉണ്ട്. ഇവിടെ നമ്മൾ MO കണ്ടുപിടിക്കാൻ FC മൈനസ് റെഡിലി അവൈലബിൾ എടുക്കും. ഇനി അപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ റൂട്ട് സോൺ DW എങ്ങനെ കണ്ടുപിടിക്കും? ഗാമ D ഇൻറ്റു DY ഗാമ W ഇൻറ്റു FC മൈനസ് MO. അത് എത്ര വരും? ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ 15. 0.75. ഡെപ്ത് ഓഫ് റൂട്ട് സോൺ തന്നു. വാട്ടറിന്റെ 9.8. അത് നമ്മളെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാൻസൽ ആയി പോകും യൂണിറ്റ്സ്. ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി മൈനസ് MO. ഈ FC മൈനസ് MO തന്നെയാണ് 10.4. 0.104. ഈ വാല്യൂ എന്ന് പറയുന്നത് FC മൈനസ് MO ആയതുകൊണ്ട് നമുക്ക് അതോടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട്. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 0.119 meter or 11.9 centimeter. So depth of water available for evapotranspiration അത് തന്നെയാണ് ഈ DW 11.9. ഡെയിലി കൺസംപ്റ്റീവ് യൂസ് 11 mm എന്ന് തന്നിട്ടുണ്ട്. ഡെയിലി കൺസംപ്റ്റീവ് യൂസ് 11 mm എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.1 സെന്റിമീറ്റർ. അപ്പോൾ വാട്ടറിംഗ് ഫ്രീക്വൻസി എത്രയായിരിക്കും? അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് തന്നിട്ടുണ്ട് ഫീൽഡ് കപ്പാസിറ്റി പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് അവൈലബിൾ മോയ്സ്ചർ കണ്ടുപിടിക്കാൻ 27% മൈനസ് 14%, ദാറ്റ് ഈസ് 13%. നൗ റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത് അവൈലബിൾ മോയ്സ്ചറിന്റെ 75 to 80% ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ 80% ആയിട്ട് എടുത്തത്. അതാണ് നമുക്ക് 13 into 0.8 ചെയ്ത് 10.4% കിട്ടി. റെഡിലി അവൈലബിൾ മോയ്സ്ചറും പെർമനന്റ് ബിൽഡിംഗ് പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് MO കണ്ടുപിടിക്കാം, ലോവർ ലിമിറ്റ് ഓഫ് അവൈലബിൾ മോയ്സ്ചർ. അത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അത് കണ്ടുപിടിക്കാം എങ്ങനെയാണ്? റെഡിലി FC എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ ചെയ്യുമ്പോൾ MO കിട്ടും. അപ്പം നമുക്ക്
എത്രത്തോളം ഡെപ്ത് ഓഫ് വാട്ടറിങ് വേണം അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, DW നമുക്ക് കണ്ടുപിടിക്കാം. ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ഡ്യൂറിങ് ഈച്ച് വാട്ടറിങ്, അതാണ് DW. DW എങ്ങനെ കണ്ടുപിടിക്കും? ഗാമ ഡി ഇൻറ്റു ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു FC മൈനസ് MO. ഇതിനകത്ത് MO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ MO കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കുന്നതിന് പകരം FC മൈനസ് MO എന്ന് പറഞ്ഞ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 10.4 എന്ന് കിട്ടി. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റേഷ്യോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 0.104 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഗാമ ഡി 15, ഗാമ ഡബ്ല്യു 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം യൂണിറ്റ്സ് ക്യാൻസൽ ആയിപ്പോകും. ഡെപ്ത് ഓഫ് റൂട്ട് സോൺ 75 സെന്റിമീറ്റർ എന്ന് തന്നു. അത് നമ്മൾ 0.75 മീറ്റർ എന്ന് എടുത്ത് ഇൻറ്റു 0.104. ഈ 10.4 ആണ് 0.104 ആയത്. സോ DW കിട്ടി 0.119 മീറ്റർ ഓർ 11.9 സെന്റിമീറ്റർ. Now daily consumptive use of water 1.1 centimeter 11 mm എന്ന് തന്നിട്ടുണ്ട് or 1.1 centimeter. അപ്പോൾ വാട്ടറിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു DW ബൈ CU. രണ്ടും ഒരേ യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 11.9 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1.1 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് 10.82 ഡേയ്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് റൗണ്ടഡ് ഓഫ് ടു 10 ഡേയ്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഒരു നമ്പർ ഒക്കെ ആണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? അടുത്ത നമ്പർ, അതായത് ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് പഠിച്ചപ്പോൾ 10.82 എന്ന നമ്പർ കിട്ടിയാൽ നമ്മൾ 11 എന്ന് വെക്കും. കാരണം നമുക്ക് 10 വെച്ചാൽ തികയില്ല, അതുകൊണ്ട് 11 കൊടുക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 10.82 ഡേയ്സ് എന്നാണ് വാട്ടറിംഗ് ഫ്രീക്വൻസി വന്നത്. എത്ര വന്നു? 10.82 ഡേയ്സ്. അതായത് എവറി 10.82 ഡേയ്സ് യു നീഡ് ടു വാട്ടർ. അപ്പൊ നമ്മൾ ഇത് റൗണ്ട് ചെയ്യണം. 10.82 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ വെക്കാൻ പറ്റില്ല, ഹോൾ നമ്പർ ആയിട്ട് തന്നെ വേണം നമ്പർ ഓഫ് ഡേയ്സ്. അപ്പൊ നമ്മൾ 10.82 ഡേയ്സിലാണ് വാട്ടർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ 11 ഡേയ്സിൽ വാട്ടർ ചെയ്താൽ ശരിയാവോ? ഇല്ല. കാരണം എന്താ? ആ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. എവറി 10.82 ഡേയ്സിൽ വാട്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇന്റർവെല്ലിൽ വാട്ടർ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ താഴത്തെ ഹോൾ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ വാട്ടറിങ് ആവില്ല. പ്ലാന്റ്സിന് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. സോ വാട്ടറിങ് ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഡേയ്സിനെ തൊട്ട് താഴത്തെ ഹോൾ നമ്പറിലോട്ട് വേണം, അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ഇൻഡിജറിലോട്ട് വേണം റൗണ്ട് ചെയ്യാൻ. ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസിന്റെ അവിടെ 10.82 വന്നപ്പോൾ നമ്മൾ 11 ആക്കി. അതായത് 10 നമുക്ക് തികയില്ല, പക്ഷെ 11 വേണം, എങ്കിൽ നമ്മൾ 11 കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 10.82 ഡേയ്സ് എന്നുള്ളത് 11 ഡേയ്സിൽ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സഫീഷ്യന്റ് അല്ല. അപ്പൊ നമ്മൾ 10.82 ഡേയ്സ് എന്നുള്ളത് 10 ഡേയ്സിൽ ആക്കി. അപ്പൊ കുഴപ്പമില്ല, കാരണം എന്താണ്? സഫീഷ്യന്റ് വാട്ടർ പ്ലാന്റ്സിന് അവൈലബിൾ ആയിരിക്കും. നമ്മൾ വാട്ടറിംഗ് ഫ്രീക്വൻസി നമ്പർ ഓഫ് ഡേയ്സിൽ കിട്ടുമ്പോൾ അതിനെ ലോവർ ഹോൾ നമ്പറിൽ അല്ലെങ്കിൽ ലോവർ ഇൻഡിജറിലോട്ട് വേണം റൗണ്ട് ചെയ്യാൻ. ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം. An irrigation field 40 meter wide, 250 meter long has soil which has apparent specific gravity equal to 1.56 and field capacity equal to 22%. The depth of root zone is 0.6 meter. If the irrigation is started when 70% of available moisture has been used, compute A, net depth of irrigation water required, and B, time required to irrigation the field if the discharge in the field channel is 20 liters per second. The discharge in the field channel is 20 liters per second. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡേറ്റ ഒന്ന് എടുത്ത് ജസ്റ്റ് പെട്ടെന്ന് എഴുതാം. ഫീൽഡ് കപ്പാസിറ്റി 22%. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് തന്നിരിക്കുന്നത് 1.56. അതെന്ന് പറയുന്നത് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു. ഡെപ്ത് ഓഫ് റൂട്ട് സോൺ 0.6 മീറ്റർ. പിന്നെ ഇത് പറയുന്നുണ്ട് 70% ഓഫ് അവൈലബിൾ മോയ്സ്ചർ ഇസ് യൂസ്ഡ്. Field capacity 22%, 70% of available moisture is used എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്.
ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് മാക്സിമം വാട്ടർ. എത്രത്തോളം മാക്സിമം വാട്ടർ എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റി. 70% യൂസ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ എത്രയായിരിക്കും? നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് കപ്പാസിറ്റി ആവുന്നു, അതിന്റെ 70% യൂസ് ചെയ്യുന്നു. 70% ഓഫ് അവൈലബിൾ മോയ്സ്ചർ യൂസ് ചെയ്യും. അപ്പൊ ബിഫോർ ഇറിഗേഷൻ എത്ര ഉണ്ടായിരിക്കും? ബാക്കി 70% യൂസ് ചെയ്യുന്നത്. അപ്പൊ 30% ബിഫോർ ഇറിഗേഷൻ ഉണ്ട്, 70% ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ബിഫോർ ഇറിഗേഷൻ 0.3 into 22, that is 0.3 into 0.222, that is 0.066. ഇത്രയായിരിക്കും മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ. അതായത് മൊത്തം ഫീൽഡ് കപ്പാസിറ്റി നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫീൽഡ് കപ്പാസിറ്റി അതിന്റെ 70% അങ്ങ് യൂസ് ചെയ്ത് പോകും. ബാക്കി ഇരിക്കുന്നത് അതായത് ഇറിഗേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ എത്ര കാണും? അതിന്റെ 30% കാണും. അതാണിത് 0.22ന്റെ 30%. അപ്പൊ 0.066. ഇനി നമുക്ക് DW കണ്ടുപിടിക്കാം. DW is equal to SGD into FC minus MO, that is 1.56 into 0.6 into 0.22 minus 0.066. എത്ര വരും? 0.144 meter or 14.4 centimeter അല്ലെങ്കിൽ 144 mm എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 20 liter per second. അതിനെ നമുക്ക് എത്ര that is 20 into 10 raised to minus 3 meter cube per second. ഈ ടൈം ഓഫ് വാട്ടറിങ് എത്രയാണ്? ടൈം ഓഫ് വാട്ടറിങ് T equal to A into dW by Q. ഏരിയ തരുന്നതിന് പകരം ഡയമെൻഷൻ തന്നിട്ടുണ്ട് 40 by 250. So area is 40 by 250 into dW. dW നമുക്ക് കിട്ടി 0.144 divided by Q. 20 into 10 raised to minus 3. ഇതിനെ നമുക്ക് സെക്കൻഡ്സിൽ കിട്ടും. ഇതിനെ അവർ ആക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ അവർ ആക്കാൻ into 60 into 60. ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ്സിൽ കിട്ടുന്നതിന് നമുക്ക് അവർ ആക്കാം. അപ്പൊ എത്ര കിട്ടും? 20 hours കിട്ടും. അപ്പോൾ എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ ഫീൽഡ് കപ്പാസിറ്റി തന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നു, അതായത് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു. മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ അതിൽ പറയുന്നുണ്ട് 70% ഓഫ് ദ അവൈലബിൾ മോയ്സ്ചർ. If the irrigation is started when 70% of available moisture is used. Irrigation start ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൈലബിൾ മോയ്സ്ചറിന്റെ 70% യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇറിഗേഷന് മുമ്പ് അപ്പം എത്ര വെള്ളമുണ്ട്? അപ്പം ഇറിഗേഷൻ 70% ഓഫ് അവൈലബിൾ മോയ്സ്ചർ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30% ഉള്ളൂ. അപ്പം അവൈലബിൾ അവിടെ ഉണ്ടായിരുന്ന മോയ്സ്ചർ എത്രയായിരുന്നു? 22% ഫീൽഡ് കപ്പാസിറ്റി. അതിൻ്റെ 30% ആയിരിക്കും ഇറിഗേഷന് മുമ്പുള്ള മോയ്സ്ചർ കണ്ട, അതായത് ലോവർ ലിമിറ്റ് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ MO. അത് നമുക്ക് 30% ആണെന്ന് മനസ്സിലായി. കാരണം 70% യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വാട്ടർ അബ്സോർവ് ചെയ്ത് MO എത്തുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇറിഗേറ്റ് ചെയ്ത് ഫീൽഡ് കപ്പാസിറ്റിയിൽ കൊണ്ട് എത്തിക്കണം. അപ്പൊ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ആയി. ഡെപ്ത് ഓഫ് വാട്ടർ ടു ബി മെയിൻറ്റെയിൻഡ് DW കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് SGD × FC - MO. SG എന്ന് പറയാൻ കാര്യം γD/γW SG ആയിട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.144 മീറ്റർ എന്ന് കിട്ടും. ഗിവൺ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 20 ലിറ്റർ/സെക്കൻഡ്. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഓഫ് വാട്ടറിംഗ് T കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ബൈ ഡിസ്ചാർജ്, അതായത് ഏരിയ ഓഫ് ഫ്ലോട്ട് ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. ഇത് നമ്മൾ ഡിസ്ചാർജ് 20 ലിറ്റർ/സെക്കൻഡ് ആയിരുന്നു. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ്സിൽ കിട്ടും. അവേഴ്സിലാക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 60 × 60 ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? ഏരിയ എന്ന് പറയുന്നത് പ്ലോട്ട് ഡയമെൻഷൻ ആണ് തന്നിരിക്കുന്നത്. 40 മീറ്റർ ബൈ 250 മീറ്റർ. സോ 40/250 ഇൻറ്റു 0.144 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10⁻³ ഇൻറ്റു 60. ആ 60 × 60 കൊടുത്തത് സെക്കൻഡ്സിനെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 20 hours എന്ന് കിട്ടും. ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് ഔട്ട് ദ ടൈം റിക്വയർഡ് ഫോർ വാട്ടറിങ്. എത്ര ടൈമിൽ വേണം വാട്ടർ ചെയ്യാൻ?